ഈ ഒരു യാത്ര വീണ്ടും പുല്ലൂരാമ്പാറയിലേക്ക് തന്നെയാണ്. പുല്ലൂരാമ്പാറയിലേക്ക് നമ്മൾ ഒരുപാട് തവണ വന്നിട്ടുണ്ട്. ഇത്രയും മനോഹരമായ ഒരു പ്രദേശം നമ്മുടെ ഈ കോഴിക്കോട് ജില്ലയിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് സംശയം തന്നെയാണ്. ഒരുപാട് കാടുകളും മലകളും കുന്നുകളും തോടുകളും പുഴകളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു അതിമനോഹരമായ ഗ്രാമമാണ് പുല്ലൂരാമ്പാറ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പുല്ലൂരാമ്പാറയിലെ കുറുക്കയം എന്ന സ്ഥലത്തേക്കാണ്. പുല്ലൂരാമ്പാറ ടൗണിൽ നിന്നും ഏകദേശം 1/2 കിലോമീറ്റർ വന്നാൽ നമുക്ക് ഈ കുറുക്കയം എന്ന ഈ വെള്ളച്ചാട്ടത്തിലേക്ക് വരാം. ഇതൊരു വെള്ളച്ചാട്ടം എന്നൊന്നും പറയാൻ പറ്റില്ല, ഇതൊരു പുഴയുടെ ഭാഗമാണ്. ഇത്ര നീല വെള്ളം നമ്മുടെ ഏരിയയിൽ കാണാൻ കിട്ടുന്ന ഏക സ്ഥലം കൂടിയാണ് ഈ കുറുക്കയം. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വെള്ളച്ചാട്ടമൊന്നുമല്ല, പുഴയുടെ ഒരു ഭാഗം മാത്രമാണ് ഈ കുറുക്കയം. പക്ഷെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു തടാകം പോലെ പരന്ന് കിടക്കുന്ന സ്ഥലമാണ്. അതുപോലെ തന്നെ നല്ല പച്ച കളർ വെള്ളമാണ് ഇവിടെ ഉള്ളത്. ഇനിയിപ്പോൾ വേനൽക്കാലത്തൊക്കെ വരികയാണെങ്കിൽ നമുക്ക് വെള്ളം കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ വെള്ളത്തിന് താഴെയുള്ള എല്ലാ കല്ലുകളും അതുപോലെ മീനുകളെ എല്ലാം നമുക്ക് ഇവിടെ കാണാൻ കിട്ടും. അതുപോലെ തന്നെ ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന വഴി കുറച്ച് ഡേഞ്ചറാണ്. അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് നോക്കി ഇറങ്ങി വന്നാൽ മാത്രമേ നമുക്ക് വീഴാതെ താഴെ എത്താൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മളിവിടെ സൂക്ഷിക്കേണ്ട പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ മഴക്കാലത്ത് നമ്മൾ ഒരിക്കലും ഇവിടെ ഇറങ്ങാൻ പാടില്ല കേട്ടോ. കാരണം ഇവിടെ മലമുകളിൽ നിന്ന് വരുന്ന വെള്ളമായത് കാരണം തന്നെ പെട്ടെന്നാണ് വെള്ളം കൂടുകയും കുറയുകയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ശക്തിയേറിയ വെള്ളം വന്നാൽ ഒരിക്കലും നമുക്കിവിടെ നീന്താനോ നീന്തി രക്ഷപ്പെടാനോ ഒന്നും പറ്റില്ല. നമ്മൾ ഏകദേശം മഴക്കാലത്ത് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. അതുകൊണ്ട് മഴക്കാലം തുടങ്ങുന്ന സമയമായിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇത്ര കുറവ് വെള്ളമുള്ളത്. അതുകൊണ്ട് വേനൽക്കാലത്ത് വന്നാൽ നമുക്ക് എല്ലാവർക്കും ഫാമിലി ആയിട്ടും എല്ലാവരുമായിട്ടും നല്ല രീതിയിൽ കുളിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇവിടെ ഒഴുകി വരുന്ന വെള്ളം കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. നമുക്ക് ഇത്ര ഭംഗിയിൽ നല്ല വൈറ്റായിട്ട് വെള്ളം കാണാൻ കിട്ടുന്ന സ്ഥലം വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇത് സംശയം തന്നെയാണ്. ഇവിടെയൊക്കെ ഇറങ്ങിയാൽ പിന്നെ നമുക്ക് പറയണ്ട, അത്ര തണുത്ത വെള്ളമാണ് കേട്ടോ അവിടെ വരിക. ഇവിടെ വരുന്നത് ശരിക്കും മഴവെള്ളം മാത്രമല്ല, നല്ല ഉറവ പോലുള്ള വെള്ളമാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ടാണ് ഈ വെള്ളത്തിന് ഇത്ര തണുപ്പ് അനുഭവപ്പെടുന്നത്. ഇങ്ങോട്ടേക്ക് വരുന്ന വെള്ളം കൂടുതലായിട്ടും മലകളിൽ നിന്ന് വെള്ളമാണ്. മലകളെന്ന് വെച്ചാൽ നമ്മുടെ വയനാട് മലനിരകളിൽ നിന്നൊക്കെ വരുന്ന വെള്ളമാണ് ഇങ്ങോട്ട് കൂടുതലും വരുന്നത്. ഇവിടെ ഇന്ന് മാത്രമാണ് ആൾ കുറവ്, അല്ലെങ്കിൽ നല്ല ആൾക്കാരുണ്ടാകുന്ന സ്ഥലമാണിത്. ശനി ഞായറൊക്കെ വന്നാൽ പറയണ്ട, ഒരുപാട് ആൾക്കാർ ഈ ഏരിയയിൽ അവിടെയും ഇവിടെയൊക്കെ ആയിട്ടുണ്ടാവും. എന്നിട്ട് അവർ ഇവിടുന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കലും അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെ ചെയ്യാറുണ്ട്. പക്ഷെ നാട്ടുകാരൊന്നും അതിനെ എതിർക്കാറൊന്നുമില്ല കേട്ടോ. എന്നാലും നമ്മളൊരിക്കലും ഈ വെള്ളം മലിനാക്കരുത്. ഫുഡ് വേസ്റ്റൊക്കെ ഈ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ആരും ഇവിടെ മലിനാക്കാറില്ല. അതുകൊണ്ടാണ് ഇത് എപ്പോഴും ഇത്ര നീറ്റായിട്ട് നിൽക്കുന്നത്. ഇത്ര ക്ലീൻ ആയിട്ടുള്ള വാട്ടർ നമ്മളെ കേരളത്തിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് സംശയമാണ്. കാരണം അത്രക്ക് പ്യുവറായിട്ടുള്ള വാട്ടറാണ് ഇവിടെ ഉള്ളത്. ഈ വെള്ളം കാണുമ്പോൾ തന്നെ ഓരോരുത്തർക്ക് പേടി തോന്നും കേട്ടോ. കാരണം നല്ല ഒഴുക്കുണ്ട്. നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെയൊന്നും അല്ല കേട്ടോ. ഇതിലിറങ്ങിയാൽ ശരിക്കും നമ്മൾ ഒലിച്ചു പോകും, അത്ര ഒഴുക്കുള്ള വെള്ളമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാത്തത്. നമ്മൾ ഏറ്റവും കൂടുതൽ കുളിക്കുന്ന സ്ഥലമാണിത്. പിന്നെ ഇവിടുത്തെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ടിക്കറ്റോ ഫീസോ ഒന്നുമില്ല കേട്ടോ. നമുക്ക് വന്നാൽ ഫ്രീ ആയിട്ട് കുളിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. ഇങ്ങോട്ട് വരേണ്ട വഴി ഞാൻ പ്രത്യേകം പറയുന്നുണ്ട്. കാരണം നമുക്ക് ഒരുപാട് ഏരിയയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റും കേട്ടോ. ഈ പുല്ലൂരാമ്പാറ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോഴിക്കോടിൽ നിന്നും മലപ്പുറത്തു നിന്നൊക്കെ വരാൻ ഏറ്റവും സുഖമുള്ള സ്ഥലമാണ്. അവിടുന്ന് മാത്രമല്ല, വയനാട് നിന്ന് വരുന്നവർക്കും നല്ല ഈസി ആയിട്ട് കംഫർട്ടായിട്ട് വരാൻ പറ്റുന്ന സ്ഥലമാണിത്. മലപ്പുറത്തുനിന്ന് വരുന്നവരെങ്ങനെയാണ് വരേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ അരീക്കോട് വന്നിട്ട് അരീക്കോട് തോട്ടുമുക്കം കഴിഞ്ഞ് നേരെ നമുക്ക് പുല്ലൂരാമ്പാറയിലേക്ക് വരാം. പുല്ലൂരാമ്പാറയിൽ നിന്ന് ജസ്റ്റ് 1/2 കിലോമീറ്റർ മാത്രമേ ഇങ്ങോട്ടേക്കുള്ളൂ. അതുപോലെ തന്നെ കോഴിക്കോട് നിന്ന് വരുന്നവർക്കാണെങ്കിൽ നേരെ മുക്കം വന്ന് തിരുവമ്പാടിയിൽ നിന്ന് പുല്ലൂരാമ്പാറ വന്നിട്ട് ജസ്റ്റ് 1/2 കിലോമീറ്റർ വന്നാൽ ഇവിടെ എത്താം. നിങ്ങൾ ഈ വെള്ളത്തിൻ്റെ കളറോ നോക്കിക്കേ, എത്ര ക്യൂട്ടായിട്ടുള്ള വെള്ളമാണിത്. അതുപോലെ തന്നെ ഇവിടെ ഈ പാറപ്പുറത്ത് ഈ വെള്ളത്തിൻ്റെ സൗണ്ടെല്ലാം കേട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നല്ല വൈബ് പരിപാടിയാണ്. ഇന്ന് ഞങ്ങൾ മാത്രമേ ഉള്ളൂ, അത് നോക്കണ്ട. പല സമയത്തും ഇവിടെ ഒരുപാട് ആൾക്കാർ മൈക്ക് സെറ്റൊക്കെ കൊണ്ടുവന്ന് വൻ ഗാനമേള വരെ ആലപിക്കുന്ന സ്ഥലമാണിത്. ഇനി ചില ആൾക്കാർ ആ സൈഡിലുള്ള മരങ്ങളുടെ മേലെ നിന്നൊക്കെ താഴത്തേക്ക് ചാടാറുണ്ട് കേട്ടോ. ഇവിടെ ഒരു ഊഞ്ഞാല് പോലത്തെ സെറ്റപ്പെല്ലാം ഉണ്ട്. അതെല്ലാം ഇപ്പോൾ പൊട്ടിപ്പോയിട്ടുണ്ട്. കാരണം അവരൊരു കയറിൽ തൂങ്ങിയിട്ട് ആൾക്കാരും കുട്ടികളൊക്കെ അതിൽ തൂങ്ങി ആടാറുണ്ട്. ഇങ്ങോട്ടേക്ക് വരാൻ ഏറ്റവും ബെസ്റ്റ് സമയം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഒരു ഡിസംബർ മുതൽ മാർച്ച് വരെയുള്ള സമയം ഏറ്റവും ബ്യൂട്ടിഫുൾ സമയമാണ്. കാരണം ആ സമയത്തുള്ള വെള്ളത്തിൻ്റെ കളറ് വേറെ ലെവൽ തന്നെയാണ്. ഇത് ശരിക്കും നമ്മുടെ സർക്കാരിനൊരു ടൂറിസം പോലെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഇത് ശരിക്കും നോക്കിക്കുക, ഒരു സ്വിമ്മിംഗ് പൂളിൻ്റെ ആകൃതിയാണ് ഇതുള്ളത്. കാരണം നല്ല നീളത്തിലും വീതിയിലൊക്കെയാണ് ഇതില്ല ഈ പുഴ ഉള്ളത്. അതുപോലെ തന്നെ ഈ കുളിക്കുന്ന ഭാഗത്ത് ഇതുപോലെ ഇങ്ങനെ കല്ല് കൂടിക്കിടക്കുന്നൊന്നുമില്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ പ്ലേസ്. ഞങ്ങൾ വന്ന സമയം ഏകദേശം ഉച്ച സമയമാണ്. അതുകൊണ്ടാണ് ഇത്ര വെയിലും എല്ലാം ഉള്ളത്. വെയിലുള്ളത് കൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇവിടുത്തെ ഫ്രെയിമെല്ലാം കാണാൻ. ഇനിയിപ്പോൾ നമ്മൾ രാവിലെ വരികയാണെങ്കിൽ രാവിലെ അതിനേക്കാളും ഭംഗിയാണ്. രാവിലെ നല്ല കോടമഞ്ഞ് ഉണ്ടാവാറുണ്ട്. രാവിലെ ഒരു 6 മണിക്കൊക്കെ ഈ കോടമഞ്ഞിലൊക്കെ വന്ന് കുളിക്കുക എന്ന് പറഞ്ഞാൽ
അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ഒരു 6 മണിക്കൊക്കെ എത്തിയാൽ നല്ല രീതിയിൽ നമുക്കിവിടെ കുളിക്കാൻ പറ്റും. ആ സമയത്തൊക്കെ കുളിക്കാൻ ആളുകളും കുട്ടികളൊക്കെ കുറവായിരിക്കും. അങ്ങനെ നമ്മുടെ കൂട്ടത്തിലുള്ളവർക്കൊക്കെ ഇതുപോലെ വെള്ളത്തിൽ കുളിക്കാൻ ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. കാരണം ഇത്ര നല്ല പ്ലേസ് അവർക്ക് ഇനി കാണാൻ കിട്ടില്ല. നമ്മുടെ കോഴിക്കോട് ജില്ലയിലാണ് ഇത് വരുന്നത്. ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ പ്രധാന പരിപാടി ഇതുപോലെ കാടിലും കുളത്തിലൊക്കെ കയറി കുളിക്കുക, അതുപോലെ തന്നെ മൃഗങ്ങളെ കാണുക, മൃഗങ്ങളെ സ്നേഹിക്കുക, ഇതൊക്കെയാണ് നമ്മുടെ പ്രധാന പരിപാടി. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നമസ്കാരം.